എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പ്രതിമാസം 15,000 ലിറ്ററിൽ താഴെ ഗാർഹിക ഉപഭോഗമുള്ള BPL വിഭാഗക്കാർക്കുള്ള സൗജന്യ കുടിവെള്ളത്തിന് വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. റെൻറ്റിന് താമസിക്കുന്നവർക്കും ഇപ്പോൾ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വാട്ടർ അതോറിറ്റി ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതാണ് ഇതിനായി അപേക്ഷിക്കേണ്ട സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ BPL ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് കാണാം. അവിടെ പ്രസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ കാണുന്ന BPL സബ്സിഡി ലിങ്കിൽ പ്രസ് ചെയ്താൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷകൾ നിർബന്ധമായും 2026 ജനുവരി 31 മുമ്പ് സമർപ്പിച്ചിരിക്കണം എന്ന് തന്നെയാണ്. കൂടാതെ BPL ആനുകൂല്യം വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്ന BPL റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്കായി അപേക്ഷാ ഫോറത്തിനൊപ്പം രജിസ്റ്റർ ചെയ്ത വാടക കരാറിൻ്റെ പകർപ്പും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, രജിസ്റ്റർ ചെയ്ത വാടക കരാറിൻ്റെ പകർപ്പും വീട്ടുടമസ്ഥൻ്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. മറ്റൊരു കാര്യം, പുതിയ അപേക്ഷ കൊടുക്കുന്നവർ നിലവിൽ മീറ്റർ പ്രവർത്തനക്ഷമമായിരിക്കണം. അതുപോലെ തന്നെ കുടിശ്ശികയൊന്നും ഉണ്ടാകാൻ പാടില്ല. കുടിശ്ശികയുള്ളവർ ആ കുടിശ്ശികയെല്ലാം അടച്ച് തീർത്തതിന് ശേഷം വേണം നമ്മൾ പുതിയ BPL ആനുകൂല്യത്തിനായിട്ട് അപേക്ഷിക്കുവാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കൂടാതെ ഇവിടെ റെൻറ്റഡ് ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു സർക്കുലറും ഇറക്കിയിട്ടുണ്ട്. മുകളിലായിട്ട് ഫോം ഫോർ റെൻറ്റഡ് ബിൽഡിംഗ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ഒരു ലിങ്ക് കൂടിയുണ്ട്. റെൻറ്റിന് താമസിക്കുന്ന BPL ഗുണഭോക്താക്കൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ വീട്ടുടമസ്ഥൻ്റെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ദേശം, തദ്ദേശ സ്ഥാപനം, താലൂക്ക്, താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ സർവേ നമ്പർ, വാടകക്കാരൻ്റെ പൂർണ്ണമായ പേര്, വാടകക്കാരൻ്റെ പൂർണ്ണമായ മേൽവിലാസം, വാടകക്കാരൻ്റെ BPL കാർഡ് നമ്പർ, ജല ഉപയോഗം ശരാശരി 15,000 ലിറ്റർ താഴെയായിരിക്കണം പ്രതിമാസം, മീറ്റർ നമ്പർ തുടങ്ങിയവ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. കൂടാതെ വീട്ടുടമസ്ഥൻ്റെ സത്യവാങ്മൂലവും അതേപോലെ വാടകക്കാരൻ്റെ സത്യവാങ്മൂലവും ഇവിടെ രണ്ടിടത്തും വീട്ടുടമസ്ഥനും വാടകക്കാരനും ഒപ്പിടണം. പ്രിൻ്റ് എടുത്തിട്ടാണ് ഇത് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇവയെല്ലാം റെൻറ്റിന് താമസിക്കുന്നവർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല. വളരെ സിമ്പിളുമാണ് ആ പ്രോസസ്സ് ചെയ്യുവാൻ. മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. വീണ്ടും ആപ്ലിക്കൻ്റ് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ഓൺലൈൻ നൗ എന്നൊരു ലിങ്ക് കാണാം. അപ്ലൈ ഓൺലൈൻ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് BPL ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഓണർ ഡിക്ലറേഷൻ ഫോം, അതാണ് നമ്മൾ നേരത്തെ ഈ റെൻറ്റഡ് ഫോം എന്ന രീതിയിൽ നേരത്തെ നോക്കിയത്. അതേ ഫോം തന്നെയാണ്. ഞാനിവിടെ BPL ആപ്ലിക്കേഷനിൽ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന ബേസിക് ഡീറ്റെയിൽസിൽ കൺസ്യൂമർ ID ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ബില്ലിലുണ്ടാകും ഈ കൺസ്യൂമർ ID. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് തൊട്ട് താഴെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും വാട്ടർ അതോറിറ്റിയിൽ, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. വാട്ടർ അതോറിറ്റി ഓൺലൈൻ എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കൺസ്യൂമർ IDയും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഉടൻ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്ത് വരും. സെക്ഷൻ നെയിം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ നെയിം വന്നിട്ടുണ്ട്, കൺസ്യൂമർ നമ്പർ ഇടയ്ക്കുള്ള 4 ഡിജിറ്റാണ് വന്നിരിക്കുന്നത്. അതേപോലെ BPL റേഷൻ കാർഡിൻ്റെ നമ്പരും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഹൗസിംഗ് ടൈപ്പ് എന്നുള്ളിടത്ത് ഓൺഡും ഉണ്ട്, റെൻറ്റഡും ഉണ്ട്. സ്വന്തം വീട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഓൺഡ് കൊടുത്തിട്ട് താഴെ സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതി. അതല്ല വാടകയ്ക്ക് താമസിക്കുന്ന ഗുണഭോക്താവാണെങ്കിൽ അവിടെ റെൻറ്റഡ് എന്നുള്ളത് റൗണ്ട് എനേബിൾ ചെയ്യണം. താഴേക്ക് അപ്പോൾ കുറച്ചുകൂടി ലിങ്ക് വരും. അവിടെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഡൗൺലോഡ് ഓണർ ഡിക്ലറേഷൻ ഫോം എന്നുള്ള ലിങ്കുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട വാടകക്കാരൻ്റെയും ഉടമസ്ഥൻ്റെയും സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കാനുള്ള 2 പേജുള്ള ഫോമാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓണറുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇംഗ്ലീഷിൽ. അതുപോലെ ഓണറുടെ അഡ്രസ്സ്, ഓണറുടെ ഫോൺ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് കൊടുക്കേണ്ടത് ഓണേഴ്സ് ഡിക്ലറേഷനും
റെൻ്റ് എഗ്രിമെൻറ്റുമാണ്. ഇത് PDF ഫോർമാറ്റിലുള്ള ഫയലായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. സൈസ് പറയുന്നില്ല. 100 KB താഴെയൊക്കെ ഉള്ളത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. എനിക്കിവിടെ ഇത് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർ ചെയ്യേണ്ടുന്നത് ഓണേഴ്സ് ഡിക്ലറേഷൻ എന്നുള്ളിടത്ത് നമ്മൾ സൈറ്റിൽ നിന്ന് 2 പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ടല്ലോ നമ്മൾ വീട്ടുടമസ്ഥനും വാടകക്കാരനും, അത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കംപ്രസ് ചെയ്ത് ഒറ്റ ഫയലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെയുള്ള എഗ്രിമെൻറ്റ്, റെൻ്റ് എഗ്രിമെൻ്റ് എന്നുള്ള ലിങ്കിൽ വാടകക്കരാർ റെൻ്റ് എഗ്രിമെൻ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. സ്റ്റാമ്പ് പേപ്പറിൽ മുദ്രപത്രത്തിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കും, വാടക ചീട്ട് എന്നൊക്കെ അറിയപ്പെടും. അതവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. രജിസ്റ്റർ ചെയ്ത വാടകക്കരാറിൻ്റെ പകർപ്പ് എന്നാണ്, അതായത് സാധുവായ ഒരു റെൻ്റ് എഗ്രിമെൻ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അതാണ് ഞാൻ ആദ്യമേ ആ സർക്കുലർ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. എനിക്കിവിടെ റെൻറ്റിനല്ല, സ്വന്തം വീടായതുകൊണ്ട് ഓൺഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതി. ഇവിടെ അങ്ങനെയുള്ളവർക്ക് ഇവിടെ കൺസ്യൂമർ ഐഡിയും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരും. ഞാനിവിടെ സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് താങ്ക് യു സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും കാണാം. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്തോ, അതല്ലെങ്കിൽ ഹോം പേജിൽ വന്ന് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്തോ കൊടുത്ത ശേഷം നമ്മളുടെ കൺസ്യൂമർ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെക്ക് സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ്. കൺസ്യൂമറിൻ്റെ പേരും കൺസ്യൂമർ നമ്പരും റേഷൻ കാർഡ് നമ്പരും അപ്ലൈഡ് ഡേറ്റും അതേപോലെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതുമാണ്. ഇതിന് യാതൊരുവിധ രേഖകളും അപേക്ഷിച്ച ശേഷം ഓഫീസിൽ കൊടുക്കണ്ട എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ പിന്നീട് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. പിന്നീട് ഇത് ആപ്ലിക്കേഷൻ പെൻഡിംഗ് എന്നോ മറ്റോ കാണിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സോ വിവരങ്ങളോ നൽകി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അതല്ല അപ്രൂവ്ഡ് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി എന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിന്യൂവൽ മാത്രമുള്ളവർക്ക് മൊബൈൽ വെച്ച് ചെയ്യുവാനൊക്കെ വളരെ എളുപ്പമാണ്. ഗൂഗിൾ എടുത്ത ശേഷം കേരള വാട്ടർ അതോറിറ്റി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ലഭിക്കും. അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സൈറ്റിൽ പ്രവേശിച്ച ശേഷം നമുക്കിവിടെ നേരത്തെ കണ്ടതുപോലെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ BPL ആപ്ലിക്കേഷൻ എന്ന് കാണും. ആ BPL ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് അപ്ലൈ ഓൺലൈൻ എന്ന് മുകളിൽ കാണിക്കുകയും താഴേക്ക് നമുക്ക് നേരത്തെ കണ്ട സർക്കുലർ ഡീറ്റെയിൽസ് അടങ്ങിയ നോട്ടിഫിക്കേഷൻ അടങ്ങിയ സർക്കുലറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അതിന് താഴെയായിട്ട് കാണിക്കുന്നതുമാണ്. അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ നേരത്തെ കണ്ടതുപോലെ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ BPL ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റസ് നോക്കുവാനുള്ള ലിങ്കും ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.